ധനിഷേട്ട, ഈ പോലീസിന് മേൽ കുതിര കയറുന്നത് SFIയുടെ സ്ഥിരം പരിപാടിയാണ്. അത് നിലവിൽ തുടരുകയാണ്. ഇന്നലെയാണ് കോഴിക്കോട് ഇതുപോലൊരു സംഭവം ഉണ്ടായി. കുറച്ച് വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിന്നു. ആ സമയത്ത് തന്നെ അവിടെ പോലീസ് വരികയാണ്. പോലീസ് എന്താണെന്ന് വിദ്യാർത്ഥികളോട് തിരക്കുന്നു. പിന്നീട് അവരോട് മോശമായി തന്നെ പെരുമാറുന്നു. എന്തായാലും ആ പോലീസുകാരെ ASA കൊണ്ട് മാപ്പ് പറയിച്ചിരിക്കുകയാണ് SFI പ്രവർത്തകർ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീത്തെ പോലീസിന്റെ പണി ചെയ്യണം വേണ്ടേ? പോലീസിന്റെ പണി ചെയ്യണം. പൊതുജനത്തിനെ പോലീസിനെ എതിരാക്കുകയാണോ വേണ്ടത്? പോലീസിനെയും പൊതുജനത്തിന് എതിരാക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പോകുന്നതാണോ നമ്മുടെ സമൂഹത്തിന് നല്ലത്? സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പോകുന്നതാണ് നമ്മുടെ സമൂഹത്തിന് നല്ലത്. ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞപ്പോൾ കേരള സമൂഹം വളരെ വലിയ രീതിയിൽ അംഗീകരിക്കുകയുണ്ടായി. അതെ, ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന കേരള സമൂഹം വളരെ വലിയ രീതിയിൽ അംഗീകരിക്കുന്നത് ശ്രീത്ത് പറഞ്ഞു. ഓക്കെ, ഫൈൻ, നമുക്ക് അതിലോട്ട് വരാം. എന്തായാലും ഇപ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള പോലീസുകാരുടെ സ്റ്റോറികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കേരള പോലീസിൽ വളരെ മാതൃകാപരമായിട്ട് പെരുമാറുന്ന പോലീസുകാരുണ്ട്. അതേസമയം കേരള പോലീസിൽ ഒട്ടും മാതൃകാപരമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന പോലീസുകാരുണ്ട്. പൊതുജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ചുരുക്കം ചില പോലീസുകാരുണ്ട്. എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്നല്ല. ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിനും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞാണ് കേരള പോലീസ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പോലീസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉള്ളത്. പോലീസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ദൃഢകൃത്യ മൃദുഭാവ എന്നാണ്. അതായത് മൃദുഭാവത്തിൽ തൻ്റെ കൃത്യങ്ങൾ ദൃഢമായി ചെയ്യുക എന്നാണ് പോലീസിൻ്റെത്. അപ്പോൾ പോലീസ് ആ പണി ചെയ്യുമ്പോൾ പോലീസിനെ ആ പണി എടുക്കാൻ സമ്മതിക്കാത്തത് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു സമീപനമാണ് എന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഈ വിഷയം നടന്നിരിക്കുന്നത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടി ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു, യുവാക്കളാണെന്ന് തോന്നുന്നു. ആ യുവാക്കൾ അവിടെ നിന്നപ്പോൾ ഒരു വനിതാ ASI അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അവിടെ വരുന്നു. അവിടെ വന്നിട്ട് ആ യുവാക്കളോട് ഇവിടെ നിന്നും പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. കാരണം ദുരൂഹമായ സാഹചര്യത്തിലാണ് അവരവിടെ നിൽക്കുന്നത്. ആ വനിതാ ASI അവരോട് പോകാനായിട്ട് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീത്തിന് അറിയാമോ? പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഈ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും മറ്റും വ്യാപകമായി കഞ്ചാവ് കച്ചവടം നടക്കുന്നു എന്ന് പോലീസിന് നേരത്തെ തന്നെ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പണി ചെയ്തു. അതാണ് പോലീസിന്. കാരണം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന പോലീസ് ചെയ്യേണ്ട പണിയാണ് അവിടെ പോലീസ് എടുക്കുന്നത്. പോലീസ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാൾ അവിടെ നിന്നപ്പോൾ പോലീസ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ നിൽക്കാനില്ല, നിങ്ങൾ അങ്ങോട്ട് പോകൂ എന്ന് ഈ വനിതാ ASI പറയുകയുണ്ടായി. ഇത് കേട്ട് യുവാക്കൾ ഇവിടെ നിന്നാൽ എന്താണ് പ്രശ്നം എന്ന് തിരിച്ചു ചോദിക്കുകയുണ്ടായി. ഞാനൊരു കാര്യം പറയട്ടെ, കേരള പോലീസ് വളരെ മാന്യമായിട്ടാണ് ഇവിടെ പെരുമാറിയത്. അവരുടെ ഒരു കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ക്രമസമാധാന പരിപാലനത്തിന്റെ ഭാഗമായിട്ട് അവരെന്ത് പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കൂ, ഇവിടെ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്. അതൊരു സ്ത്രീയാണ്. അപ്പോൾ അതിനുശേഷം അവരെ അവിടെ നിന്നും മാറ്റുന്നു പോലീസ് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് അവർ പറയുന്നു, മാറി നിന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ശേഷം ഈ യുവാക്കൾ തിരിച്ച് ഒരു SFIയുടെ കുട്ടി നേതാവുമായിട്ട് വരുന്നു. SFIയുടെ കുട്ടി നേതാവായിട്ട് വന്നിട്ട് അവിടെ ഒരു വലിയ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ്. ഈ ASIയെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അപമാനിക്കുകയായിരുന്നു. അപമാനിച്ചു കഴിഞ്ഞ ശേഷം ASIയോട് മാപ്പ് പറയണമെന്ന് പറയുന്നു. ASIയെ കൊണ്ട് മാപ്പ് പറയിക്കാനായിട്ട് അവരെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് അവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഈ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭീകര അന്തരീക്ഷത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നു. അതായത് ഒരു പോലീസുകാരിയും ധാരാളം നാട്ടുകാരും അവിടെ ചേർന്ന് നിങ്ങൾ മാപ്പ് പറയണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ASI മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞ ശേഷം ASI അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനി വേറെ ആരോടെങ്കിലും മാപ്പ് പറയണമോ എന്ന് ASI ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ പറയുന്നുണ്ട്, സാരമില്ല, കുട്ടികളല്ലേ എന്ന് പറയുന്നു. അതാണ് പോലീസിന്റെ കരുതൽ എന്ന് പറയുന്നത്. കുട്ടികളല്ലേ. പക്ഷെ ഇവിടെ പോലീസിന്റെ കരുതലല്ല, ഇവിടെ SFI എന്ന് പറയുന്ന ഒരു സംവിധാന നമ്മുടെ ജനങ്ങളെയും നമ്മുടെ കേരള പോലീസിനെയും അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തതിന്മേലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ ഉന്നയിക്കുന്നത്. അധികാരത്തിന്റെ ഒരു ഹുങ്കല്ലേ? 100%. അധികാരമില്ലാത്തപ്പോഴേ ഇവർക്ക് എന്താ ഹുങ്കില്ലേ? അധികാരമില്ലാത്തപ്പോൾ കേരള പോലീസിനെ തല്ലുക പോലും ചെയ്തിട്ടുണ്ട്. ട്രാഫിക് പോലീസിനെ അടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, അറിയാമോ? ട്രാഫിക് പോലീസിനെ അടിച്ചത് ഇവിടെ ആരാണ്? തിരുവനന്തപുരത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നിസാമും ശിവരഞ്ജിത്തും എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ടായിരുന്നു. ഈ അറിയാലോ, പോലീസിനെയല്ല, ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് പഠിക്കുന്ന മുതുക്കന്മാര്, സീരിയസ് ആണ്, ഞാൻ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ട്. ഈ ഹോസ്റ്റലിനകത്ത് നടക്കുന്ന അരാജകത്വങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം അവിടെ വരുന്ന വിദ്യാർത്ഥികൾ, പഠിക്കാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ മുഴുവൻ ഇവന്മാരും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവന്മാര് ലഹരി പദാർത്ഥങ്ങളിലേക്ക് തള്ളിവിടുക, അവിടെ റാഗിങ് അകത്ത് നടക്കുക. ഇത് എന്താണ് ഇത് നടക്കുന്നത് എന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിനകത്തോട്ട് ആരും കയറാനായിട്ട് പറ്റില്ല. ഒരു ക്യാമറ കൊണ്ടുപോലും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിനകത്തോ യൂണിവേഴ്സിറ്റി കോളേജിനകത്തോ കയറാൻ പറ്റാത്ത അധ്യാപകരെന്ന് പറയാൻ അതിന് ഞാൻ ഏറ്റവും വലിയൊരു ഉദാഹരണം ശ്രീത്തിന്റെ മുമ്പിലോട്ട് ഇട്ട് തരട്ടെ. നമ്മുടെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിൽ അവിടെ സിദ്ധാർത്ഥന്റെ അധ്യാപകരില്ലായിരുന്നു, ഹോസ്റ്റലിൽ വാർഡൻ ഇല്ലായിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പാളാണ് ഇതിന്റെ ആദ്യത്തെ ഉത്തരവാദി എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ പ്രിൻസിപ്പാളിനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും പൊതുജനങ്ങളുടെ പ്രതിഷേധം കാരണവും സസ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ പ്രൊമോഷനോടുകൂടി തിരിച്ചു കയറ്റി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സിദ്ധാർത്ഥനെ മൂത്രം കുടിപ്പിച്ച് 3 ദിവസം പട്ടിണിക്കിട്ട് ബെൽറ്റ് കൊണ്ട് അടിച്ച് കഴുത്തിൽ വയറ് മുറുക്കി കൊന്ന SFI കുട്ടി നേതാക്കളെല്ലാം ഇപ്പോൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. തിരിച്ചിറങ്ങി സിദ്ധാർത്ഥന് നീതി കിട്ടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് CBIയിൽ അന്വേഷണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? അപ്പൊ അവിടെയും അധ്യാപകൻ ഉണ്ടായിരുന്നല്ലോ. അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ അധ്യാപകനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചു? അധ്യാപകരും ഇവരുടെ ശിങ്കിടികളായിട്ട് തരം താഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഉളുപ്പില്ലാത്ത സമൂഹമായിട്ട് ഈ അധ്യാപക സമൂഹം ഈ SFIയുടെ എന്താ പറയുക കാല് നക്കുന്ന അല്ലെങ്കിൽ ചെരുപ്പ് നക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതിൻ്റെയൊക്കെ ശാപം അവർ പേറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, 100% ഒരു തർക്കവുമില്ല. അത് ഇവരുടെ കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുമല്ലോ. അപ്പോൾ ഇവർക്കും സമാനമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലും സംഭവിക്കുമ്പോൾ മാത്രമേ എന്താവൂ ഇവർക്ക് അതിന്റെ വിലയും വേദനയും മനസ്സിലാവൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നവീൻ ബാബുവിന് സംഭവിച്ചതുപോലെ. നവീൻ ബാബു CPM കാരനായിരുന്നു, CPM-നോട് ഒത്തു നിൽക്കുന്ന ആളായിരുന്നു, CPI-യോട് അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായി? അദ്ദേഹത്തിന്റെ ബന്ധു മരണശേഷം പറഞ്ഞത് ഈ പെൻഷൻ പറ്റി വന്നാൽ നാട്ടിൽ വരുമ്പോൾ ഒരു CPM നേതാവായി മാറാനുള്ള ആളായിരുന്നു നവീൻ ബാബു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് ജനകീയനായിരുന്നു. ജനകീയൻ മാത്രമല്ല, അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ബ്യൂറോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ബൂർഷയാണ്. ആ ബൂർഷയായിട്ടുള്ള ബ്യൂറോക്രാറ്റ് സബോർഡിനേറ്റ്സിനോടും തന്നോട് കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സിനോടും പെരുമാറിയിരുന്നത് വളരെ ഡൗൺ ടു എർത്ത് എന്ന രീതിയിലായിരുന്നു. അയാൾക്കാണ് ഈ ഗതി സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കേരള പോലീസ്, ഞാൻ പറഞ്ഞു വന്ന ശിവരഞ്ജിത്തും നിസാമും, അപ്പൊ അങ്ങനെ 2 ടീമുകൾ ഉണ്ടായിരുന്നു. അവിടെ അഖിൽ എന്നാണ് ആ യുവാവിന്റെ പേരെന്ന് തോന്നുന്നു. ആ അഖിലിനെ ശിവരഞ്ജിത്ത് പിറകിൽ നിന്ന് കൈ പിടിച്ചു വെച്ചു, നിസാം നെഞ്ചിൽ കുത്തിയപ്പോ അഖിൽ അങ്ങനെ ചോര വാർന്ന് മരിച്ചു എന്നാണ്. മരിച്ചില്ല, പരിക്ക് പറ്റി. കാരണം പക്ഷേ ഹൃദയത്തിൽ മുറിവുണ്ടായിരുന്നു. ഹൃദയത്തിലേക്ക് ആ കത്തി ആഴ്ന്നിറങ്ങി. അവിടെ പഠിക്കാൻ കയറിയവന്മാരെന്നാണ് പറയുന്നത്. അങ്ങനെ കയറി വിദ്യാർത്ഥികൾ ആദ്യമായി തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. അതാണ് SFI എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വലിയ പ്രതിഷേധം ഉണ്ടായി. ശേഷം ശിവരഞ്ജിത്തിനെയും നിസാമിനെതിരെയും കേസെടുക്കുന്നു. കേസെടുത്തു കഴിഞ്ഞ ശേഷമാണ് കേരള പോലീസിന് ഞെട്ടിക്കുന്ന വിവരം നമ്മുടെ കേരള സമൂഹവും കേരള പോലീസും പറഞ്ഞത്. ഇവർ PSC പരീക്ഷയിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. അല്ല, റാങ്ക് ഒന്ന് ആലോചിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ അതും അറിയാൻ സാധിക്കില്ല. ഒരു കാര്യം ആലോചിച്ചു. ഇതാണ് SFI എന്ന് പറയുന്ന പ്രസ്ഥാനം. SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നമ്മുടെ കേരള സമൂഹത്തോട് യാതൊരുവിധ ബാധ്യതയില്ല. വിദ്യാർത്ഥികളെ പഠിക്കാൻ ഇവർ സമ്മതിക്കില്ല. ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത വിദ്യാർത്ഥികളെ ഇവര് CPM-ന്റെ നേതാക്കളെ ഒരു രൂപീകരിക്കാനുള്ള ഒരു ഫാക്ടറി മാത്രമാണ്. CPM-ന്റെ നേതാക്കൾക്ക് എന്ത് ക്വാളിറ്റി ഉള്ളത്? SFI വഴി വളർന്നു വന്നയാളാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്ന് പറഞ്ഞത്. ശിവൻകുട്ടിക്ക് എന്താ ക്വാളിറ്റി? അല്ല, അവർ ഫാക്ടറിയാണ് ഇത്. ഫാക്ടറിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിനെയാണ് പുറത്ത് വിടുന്നത്. കാരണം ശിവൻകുട്ടിയെ പോലൊരു മനുഷ്യൻ SFI നിന്ന് വളർന്നു വന്ന എത്ര ആൾക്കാരുണ്ട്? ബുദ്ധിയില്ല, വിവരമില്ല, വെളിവില്ല, വെള്ളിയാഴ്ചയില്ല, അകപ്പാടെ അറിയാവുന്നുള്ളത് മുണ്ടുനോക്കി കാണിക്കാൻ അറിയാം. പൊതുജനങ്ങളുടെ മെക്കിട്ട് കയറാൻ അറിയാം, പൊതുജനങ്ങളെ തല്ലാൻ അറിയാം, പൊതുജനങ്ങളെ വഴിമുടക്കാൻ അറിയാം, ഇതുപോലെ പോലീസിന്റെ മെക്കിട്ട് കയറാൻ അറിയാം. അല്ലാതെ ഇവന്മാരെ കൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിന് 10 പൈസയുടെ ഗുണമെന്ന് പറഞ്ഞ സാധനമില്ല. വിദ്യാർത്ഥികൾക്ക് ഇല്ല, മനസ്സിലായില്ലേ? പിന്നെ വിദ്യാർത്ഥികൾ ഭയം കൊണ്ടാണ് ഇവന്മാരുടെ കൂടെ SFI ചേട്ടന്മാർ എന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ SFIയിൽ ഞാൻ പഠിച്ച സ്കൂളിൽ തൊട്ടപ്പുറത്ത് SFI ഉണ്ടായിരുന്നു, എൻ്റെ സ്കൂളിലും ഉണ്ടായിരുന്നു. SFI വരുന്നു എന്ന് കേട്ടാൽ നമ്മുടെ ക്ലാസ്സിലെ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടും. സീരിയസ്ലി എന്ന് ക്ലാസ്സിലേക്ക് വരുമ്പോൾ സാർ ഇന്ന് ക്ലാസ്സിൽ എന്നാണല്ലോ പറയുന്നത്. ആര് പറഞ്ഞു? അത് SFI ചേട്ടന്മാർ പറഞ്ഞു. ക്ലാസ് ഒക്കെ ഉണ്ട്, അകത്ത് കയറെന്ന് പറയും, ഒരു കുഴപ്പമില്ല. അപ്പോഴായിരിക്കും SFIക്കാർ വരുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഇവന്മാരുടെ നമ്മൾ ഈ കാട്ടാന വരൂലേ, മതമിളകിയ കാട്ടാന വരുമ്പോ അത് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു പ്രകമ്പനം. അതുപോലെ ഇവന്മാർ മാർച്ചായിട്ട് വരികയാണ്. വരുമ്പോ ആദ്യം സാർ ഇറങ്ങി ഓടി, പിറകെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം ഇറങ്ങി ഓടി.
ബാത്റൂമിനകത്ത് നിന്നാണ് വിദ്യാർത്ഥികളെ ഇവന്മാർ തൂക്കിയെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരത്തിന് കൊണ്ട് നിർത്തുന്നത്. അതും അതിന് പോകാനായിട്ട് താല്പര്യമില്ലാത്ത, അതാണ് SFI എന്ന് പറയുന്നത്. ഈ ശിവൻകുട്ടിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഇനി വരുംകാലങ്ങളിൽ ആർഷോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആകണം. ആർഷോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആകുമ്പോഴേ, കാരണം ഇവരെല്ലാവരും SFIയിൽ നിന്ന് വളർന്നു വന്ന എല്ലാവരും പണ്ട് മുതൽ ഈ പ്രോസസ്സ് നടക്കണം. ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിന് ഭരണം കിട്ടി, അവരെന്താണെന്ന് കുറച്ചുകൂടെ മനസ്സിലായി. ഒരു 35 കൊല്ലം ബംഗാൾ ഭരിച്ചതുപോലെ ഇവിടെ ഭരിക്കണം. ഇപ്പൊ 10 കൊല്ലമായല്ലോ. ഇപ്പൊ 10 കൊല്ലമായപ്പോഴേക്കും കേരളത്തിലെ ജനങ്ങൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ, പൊതുജനങ്ങൾ, സാധാരണക്കാർ, ഇവന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ ആൾക്കാർ ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരുടെ ശല്യം സഹിക്കുക വയ്യാതെ വേണമെങ്കിൽ തെരുവിൽ ഇവന്മാരെ നേരിടുമെന്ന് പറഞ്ഞൊരു സാഹചര്യം ഇപ്പൊ കേരളത്തിലുണ്ട്. അത്ര ശല്യം സഹിക്കാൻ വയ്യ. ഇനി ഒരു 5 കൊല്ലം കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സംഭവിച്ചേക്കും. എനിക്ക് പറയാൻ ഞാൻ ആളല്ല, എങ്കിലും ഞാൻ പറയുകയാണ് ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉണ്ടായേക്കും. അപ്പം SFIക്കാരുടെ ഒരു ഹുങ്കിന്റെ പുറത്ത് ഇപ്പൊ എനിക്ക് ഡൗട്ടുള്ളത്, അവിടെ കഞ്ചാവ് കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ASI അവിടെ പാറാവിനിട്ടത്. അവിടെ അപ്പോൾ SFIക്കാരൻ വന്നിട്ട് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അവനെ സംശയിക്കേണ്ടിയിരിക്കുന്നു 100%. കാരണം ഇവൻ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു കൈയുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും DYFI നേതാക്കളൊക്കെ ലഹരി മരുന്നും കാര്യങ്ങളൊക്കെ വിൽക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഏതോ ഒരു റൂറൽ ഏരിയയിൽ, കൃത്യമായിട്ട് പേര് ഞാൻ മറന്നുപോയി, പൊതിച്ചോറ് കൊടുക്കാൻ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന ഒരു DYFI നേതാവ്. അവൻ ഏതോ കേസിൽപ്പെട്ട് അകത്ത് പോയപ്പോൾ അവന്റെ ഫോണിൽ 30 വീട്ടമ്മമാരുടെ ഫോൺ ക്ലിപ്പുകൾ ലഹരി മരുന്നിന് അടിമ. കൃത്യമായിട്ട് അവന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ റൂറൽ ഏരിയയിൽ എവിടെയാണ്. ആ സമയത്ത് വലിയ വിവാദമായിരുന്നു ആ വാർത്ത, വലിയ ഇതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമാണ് SFI എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ SFIക്കാരുടെ ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് കേരള പോലീസ് അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട്, അവരോട് ജനമൈത്രിയൊന്നും വേണ്ട, പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.